ഭീകരർക്കെതിരെ കശ്മീരിൽ വീണ്ടും നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 ഭീകരരുടെ വീടുകൾ തകർത്തു. ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാണ്. അതേസമയം അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാന്റെ മോചനത്തിനായുള്ള ചർച്ചകൾ തുടരുന്നു. അതിനിടെ ജമ്മുകശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നത് സൈന്യത്തിന്റെ പരിഗണനയിലാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ടൊപ്പം വിനീത വിജിയും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഈ ഭീകരർക്കെതിരായ അധികൃതരുടെ നടപടി തുടരുകയാണല്ലോ. എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പുതുതായി സ്വീകരിക്കുന്നത് അവിടെ, ബൽറാം? ഉന്മേഷ്, ജമ്മു കശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ ഭീകരർക്ക് എതിരായുള്ള നടപടികൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, ഒപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് പ്രാദേശികമായ സഹായം നൽകിയവർ, ഇത്തരത്തിൽ തെളിവുകൾ ലഭിച്ച ഭീകരർക്കെതിരെയാണ് നടപടി. കഴിഞ്ഞ ദിവസം ആദിൽ ആസിഫ് എന്നീ 2 ഭീകരവാദികളുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ സേനയും ചേർന്ന് തകർത്തിരുന്നു. സമാനമായി ഇന്നലെ രാത്രിയും 2 ഭീകരവാദികളുടെ വീടുകൾ കൂടി തകർത്തിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ മുറാനിലുള്ള അഹ്സാൻ ഉൽ ഹഖ് ഷെയ്ഖ് വീട് തകർത്തിട്ടുണ്ട്. സമാനമായി കച്ചിപ്പോറയിലെ ഹാസിഫ് അഹമ്മദ് എന്നിവന്റെ വീടും തകർത്തിരിക്കുന്നു. ഇതിൽ ഈ അഫ്വാൻ 2018 പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ലഷ്കർ ഇ ത്വയ്ബയുമായി ബന്ധപ്പെട്ട പരിശീലനം നേടുകയും ഏറെക്കാലം പാകിസ്ഥാനിൽ താമസിച്ച ശേഷം കഴിഞ്ഞ വർഷം താഴ്വരയിലേക്ക് മടങ്ങിയെത്തി എന്നാണ് സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇയാൾ സജീവമായി തന്നെ ലഷ്കർ ഇ ത്വയ്ബയുമായി ബന്ധപ്പെട്ട് അതിർത്തി കടന്ന് എത്തുന്ന പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പ്രാദേശിക സഹായങ്ങൾ നൽകുക, അവർക്ക് വഴികാട്ടിയാകുക, അവർക്ക് താമസത്തിനും യാത്രയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ നടപടികൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ കാലങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു സുരക്ഷാ ഏജൻസികളുടെ. സമാനമായി തന്നെ ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇവർക്ക് പ്രാദേശിക സഹായം ഒരുക്കി ഹാരിസ് അഹമ്മദ് 2023 ഈ ലഷ്കർ ഇ ത്വയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് എന്നാണ് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ വീടും തകർത്തിരിക്കുന്നു. സമാനമായി തന്നെ മറ്റ് ഭീകരവാദികൾക്കെതിരെയും കടുത്ത നടപടികൾ ഇത്തരത്തിൽ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭീകരവാദികൾ പലരും വീട് വിട്ട ശേഷം പിന്നീട് വീട്ടുകാരുമായി ബന്ധപ്പെടുകയോ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇവർക്ക് ഈ നാട്ടിൽ മറ്റ് റിക്രൂട്ട്മെന്റുകൾ ഇവരുടെ വീടുമായി ചേർന്ന സ്ഥലങ്ങളിലുള്ള യുവാക്കളെ റിക്രൂട്ടിംഗ് അടക്കമുള്ള നടപടികൾ ഇവർ നടത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചത്. ഇതനുസരിച്ചുള്ള പരിശോധനകളും സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ കണ്ടെത്തുന്നവരെ കസ്റ്റഡിയിലെടുക്കൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ജമ്മു കശ്മീരിലെ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും ആക്രമണം ഉണ്ടായേക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ ചേർന്ന് നടത്തിയ അവലോകന യോഗത്തിൽ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്തിടെ സുരക്ഷാ സേനയ്ക്ക് സൈന്യത്തിനും നേരെ ഭീകരാക്രമണ ശ്രമങ്ങൾ എല്ലാം തന്നെ പരാജയപ്പെടുത്താൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സായുധ സേനയെ ആക്രമിക്കുന്നതിന് പകരം നിരായുധരായ സാധാരണക്കാരെ ആക്രമിക്കാനാണ് എന്നതിലേക്ക് ഭീകരവാദികൾ വഴിമാറിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെത്തിയിരിക്കുന്ന ഒരു നിഗമനം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങൾ, ആ പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ ഘടന അടക്കമുള്ളവ പരിശോധിച്ച് ഈ മേഖലകളിലേക്ക് സൈനിക പുനർവിന്യാസം നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ പഹൽഗാമിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്.